നമസ്കാരം. കാലടി സർവകലാശാലയിലെ SFI പേക്കൂത്ത്. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു അസാധാരണ വിദ്യാർത്ഥി പ്രതിഷേധമാണ്. അതോ കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി ഉയർന്നു വരുന്ന മറ്റൊരു വലിയ ചോദ്യത്തിന്റെ പ്രതീകമാണോ? വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെതിരെ SFI നടത്തിയ പ്രതീകാത്മക ശവസംസ്കാരമാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നതിനിടെയാണ് SFI പ്രവർത്തകർ ക്യാമ്പസിലെത്തി വൈസ് ചാൻസലറുടെ കോലമൊരുക്കി പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിഷേധം നടത്താനുള്ള അവകാശം വിദ്യാർത്ഥികൾക്കുണ്ട്, വിയോജിക്കാനുള്ള അവകാശവുമുണ്ട്. എന്നാൽ സർവകലാശാല അധികൃതരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലും ഉണ്ട്. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം അതല്ല. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറെ ലക്ഷ്യമിട്ട് ശവസംസ്കാരം നടത്തുന്ന തരത്തിലുള്ള പ്രതിഷേധം എന്ത് രാഷ്ട്രീയ സംസ്കാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഇത് കാലടിയിൽ മാത്രം ഒതുങ്ങുന്ന ചോദ്യമല്ല. കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ SFIക്കെതിരെ വർഷങ്ങളായി ഉയരുന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവത്തെയും നമ്മൾ കാണേണ്ടത്. കേരളത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി സംഘടനകളൊന്നാണ് SFI. CPM-മായി രാഷ്ട്രീയ ബന്ധമുള്ള വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജുകളിലും SFIക്ക് വലിയ സ്വാധീനമാണുള്ളത്. ഈ സ്വാധീനം സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ശക്തി കൂടെയാണ്. പക്ഷേ സ്വാധീനം ജനാധിപത്യപരമായ സംഘടനാ ശക്തിയാണോ അതോ ക്യാമ്പസിൽ മറ്റുള്ളവരെ സമ്മർദ്ദത്തിലാക്കുന്ന അധികാരമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യം. ഇത് തന്നെയാണ് ചോദ്യം. കേരള സർവകലാശാലയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ നോക്കിയാൽ ക്യാമ്പസ് രാഷ്ട്രീയം എത്രത്തോളം സംഘർഷഭരിതമാകുന്നുവെന്ന് മനസ്സിലാക്കാം. 2025 ഏപ്രിൽ കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFI KSU സംഘർഷമുണ്ടായി. കല്ലേറും പോലീസ് ലാത്തിചാർജും വരെ ഉണ്ടായ സംഭവത്തിൽ ഇരുവിഭാഗങ്ങളിലുമായി നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായി അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം കേരള സർവകലാശാലയിൽ പ്രതിഷേധങ്ങളും പോലീസുമായുള്ള ഏറ്റുമുട്ടലുകളും നടന്നു. 2025 ജൂലൈയിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ SFI പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതായി വീണ്ടും റിപ്പോർട്ടുകൾ ഉണ്ടായി. പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതായും അന്ന് പോലീസ് ഇടപെട്ടതായും പറയുന്നുണ്ട്. ഇതേ കാലയളവിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധത്തിനിടെയും പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമങ്ങളും മനഃപൂർവ്വം സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2026 മെയ് മാസത്തിൽ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ SFIയും KSUവും തമ്മിലുള്ള സംഘർഷം പല മേഖലകളിലും വലിയ അക്രമത്തിലേക്ക് നീങ്ങിയതായി പറയുന്നു. 2026 മെയ് മാസത്തിലും കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നതിന് പിന്നാലെ SFIയും KSUവും തമ്മിലുള്ള സംഘർഷം പാളയം മേഖലയിൽ വലിയ അക്രമാവസ്ഥയിലേക്കാണ് നീങ്ങിയത്. പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. അതിനുശേഷം സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് നടത്തിയ SFI മാർച്ചും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചതായിട്ടുള്ള വിവരങ്ങൾ അന്ന് നമ്മൾ കണ്ടതാണ്. ഇവയെല്ലാം ഒരു സംഘടന മാത്രം അക്രമം നടത്തിയ സംഭവങ്ങളാണെന്ന് നമുക്ക് പറയാനാവില്ല. കാരണം പല സംഭവങ്ങളിലും SFIയും KSUവും ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ തമ്മിലുള്ള സംഘർഷമാണ് നിലവിലുണ്ടായത്. പക്ഷേ ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് പോലും പലപ്പോഴും സംഘർഷത്തിലേക്ക് മാറുന്നത്, വഴിവെക്കുന്നത്? എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ മത്സരം എന്നതിൽ നിന്ന് ശക്തി പ്രകടനമായി മാറുന്നത്? എന്തുകൊണ്ടാണ് സംഘടനയുടെ ആധിപത്യം നഷ്ടപ്പെടുമെന്ന ഭയമുണ്ടാകുമ്പോൾ ക്യാമ്പസുകളിൽ SFI മനഃപൂർവ്വം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ. ഇവിടെയാണ് SFIയുടെ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് വലിയ തോതിലുള്ള വിമർശനങ്ങളും പ്രസക്തമാവുന്നത്. SFI വിമർശകർ പറയുന്നത് ക്യാമ്പസുകളിൽ ദീർഘകാലം സംഘടനാ ആധിപത്യം നിലനിർത്തിയിടങ്ങളിൽ ആ ആധിപത്യം തന്നെ ഒരു അധികാര സംസ്കാരമായി മാറിപ്പോവുകയാണ് ഉണ്ടാവുന്നത് എന്നാണ്. മറ്റൊരു സംഘടന വളരുന്നത് അംഗീകരിക്കാത്ത രാഷ്ട്രീയം. വ്യത്യസ്ത അഭിപ്രായമുള്ള വിദ്യാർത്ഥികളെ SFI സംഘടന സമ്മർദ്ദത്തിലാക്കുന്നുവെന്നുള്ള വലിയ വിമർശനം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശക്തി പ്രകടനം, പ്രതിഷേധം എന്ന പേരിൽ ഭരണ സംവിധാനങ്ങളുമായി നിരന്തരം ഏറ്റുമുട്ടൽ, ഇതെല്ലാം ചേർന്നാണ് SFIക്കെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ പ്രധാന ഭാഗം. എന്നാൽ ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വലിയൊരു ശക്തി സംഘടിതമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടക്കുന്നത്. കോളേജുകളിൽ SFI, യുവജന രംഗത്ത് DYFI, തൊഴിലാളി മേഖലയിൽ വിവിധ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ, ഇങ്ങനെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടനാ ശൃംഖല നിർമ്മിച്ചാണ് ഇടതുപക്ഷം രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ തെറ്റൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഘടന ഉണ്ടാകുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ പ്രശ്നം ആരംഭിക്കുന്നത് രാഷ്ട്രീയ സംഘടനാ ശക്തി സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മറികടക്കുമ്പോൾ. സർവകലാശാല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് അല്ല, കോളേജ് വിദ്യാർത്ഥി സംഘടനയുടെ സ്വകാര്യ സ്വത്തുമല്ല, വൈസ് ചാൻസലർ രാഷ്ട്രീയ സംഘടനയുടെ നേതാവുമല്ല.
പ്രിൻസിപ്പൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നിർദ്ദേശം അനുസരിക്കേണ്ട ആളുമല്ല. അതിനാൽ പ്രതിഷേധത്തിന് പരിധി ഉണ്ടാകണം. ഈ വാദമാണ് ഇവിടെ ഉയരുന്നത്. കാലടിയിൽ ഇപ്പോൾ തന്നെ നടന്ന പ്രതീകാത്മക ശവസംസ്കാരത്തെ വിമർശിക്കുന്നവരുടെ പ്രധാന വാദവും ഇത് തന്നെയാണ്. ഒരു VC-യുടെ തീരുമാനത്തോട് ശക്തമായി നമുക്ക് വിയോജിക്കാം. ആ VC-യെ നമുക്ക് വിമർശിക്കാം, രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാം, സമരം നടത്താം. പക്ഷേ ആ വ്യക്തിയെ പ്രതീകാത്മകമായി സംസ്കരിക്കുന്ന പ്രതിഷേധത്തിലേക്ക് പോകുന്നത് പ്രതിഷേധത്തിന്റെ രാഷ്ട്രീയ ഭാഷയെ തന്നെ ചോദ്യം ചെയ്യാൻ ഇടയാക്കുകയാണ്. ഇതൊരു അശ്ലീലമാണ്. അതേസമയം SFIയുടെ വാദവും നമ്മൾ കേൾക്കേണ്ടതുണ്ട്. തങ്ങൾ എതിർക്കുന്ന സർവകലാശാല നടപടികൾക്കെതിരെയാണ് പ്രതിഷേധമെന്നും ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും അവർ വാദിക്കും. അത് ജനാധിപത്യപരമായ വാദവുമാണ്. പക്ഷെ ജനാധിപത്യത്തിന്റെ മറ്റൊരു ഭാഗം കൂടിയുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ നിങ്ങളോട് വിയോജിക്കാനുള്ള അവകാശം മറ്റുള്ളവർക്കുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ സംഘടനയ്ക്ക് മുദ്രാവാക്യം വിളിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിക്ക് മറ്റൊരു സംഘടനയിൽ ചെന്ന് പ്രവർത്തിക്കാനുള്ള അവകാശവുമുണ്ട്. അതാണ് ക്യാമ്പസ് ജനാധിപത്യം. പക്ഷെ കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തെ കുറിച്ചുള്ള വിമർശനം പലപ്പോഴും ഇതിലാണ് ഉയരുന്നത്. സംഘടനാ ആധിപത്യം ജനാധിപത്യത്തെ തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു എന്ന ആരോപണം ഇത് വലിയ ആരോപണമാണ്. ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങളുണ്ട്. 2025 കോട്ടയത്തെ CMS കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അന്ന് ദീർഘകാലമായി യൂണിയൻ നേതൃത്വം വെച്ചിരുന്ന SFI തോൽക്കുമെന്ന ആശങ്ക ഉണ്ടായപ്പോൾ അക്രമം പേരിപ്പിച്ചെന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നതാണ്. അതേസമയം SFIയും തിരഞ്ഞെടുപ്പ് ക്രമക്കേട് ആ ദിവസം ആരോപിച്ചിരുന്നു. പക്ഷെ അതൊരു നാടകമായിരുന്നു. പത്തനംതിട്ടയിലെ കാത്തോലിക്കറ്റ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ KSU വിജയം ആഘോഷിച്ച പ്രകടനത്തിന് നേരെ SFI പ്രവർത്തകർ ആക്രമണം നടത്തിയതും വലിയ വാർത്തയായതാണ്. ഇവിടെയും ഒരു കാര്യം വ്യക്തമാണ്. ക്യാമ്പസ് രാഷ്ട്രീയം വെറും ആശയങ്ങളുടെ മത്സരമല്ലാതായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ അത് അംഗീകരിക്കാൻ പഠിക്കണം. എന്നാൽ SFI അത് ചെയ്യുന്നില്ല. വിജയിച്ചാൽ എതിരാളിയെ ബഹുമാനിക്കുക. പക്ഷേ SFI അവരെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് ജനാധിപത്യത്തിന്റെ പാഠം. ആ ജനാധിപത്യത്തിന്റെ പാഠത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പക്ഷേ സംസ്കാരം ക്യാമ്പസുകളിൽ എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും നമ്മളെയൊക്കെ കുഴക്കുന്നത്. അതിലും ഗുരുതരമായ ചോദ്യം മറ്റൊന്നാണ്. ക്യാമ്പസിൽ സംഘടനാധിപത്യം സ്ഥാപിക്കാൻ ആക്രമം ഉപയോഗിക്കുന്ന സംസ്കാരം വളർന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഇര ആരാണ്? പഠിക്കേണ്ട സ്ഥലത്ത് രാഷ്ട്രീയ സംഘർഷം ഉണ്ടാവുക എന്നത്, പരീക്ഷ നടക്കേണ്ട സ്ഥലത്ത് സമരമുണ്ടാവുക എന്നത്, അക്കാദമിക് ചർച്ചകൾ നടക്കേണ്ട സ്ഥലത്ത് സംഘടനാതല ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുക എന്നത് ഏറ്റവും ഒടുവിൽ ഇത് എത്തിപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ നഷ്ടത്തെയാണ്. അത് വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ തന്നെ തകർക്കുന്നതാണ്. SFIക്കെതിരെ ഉയരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിമർശനങ്ങളിൽ എന്നും ഇത് തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് സംഘടന എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം തന്നെ തകരുന്ന തരത്തിലുള്ള സമര രീതികൾ എന്തിനാണ് SFI ആവിഷ്കരിക്കുന്നത്? ഇതോടൊപ്പം മറ്റൊരു രാഷ്ട്രീയ ഇരട്ടത്താപ്പും വിമർശകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർവകലാശാലകളിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ സംഘപരിവാര ഇടപെടൽ എന്ന് വിളിച്ച് എതിർക്കുന്ന ഇടതുപക്ഷം സ്വന്തം രാഷ്ട്രീയ സ്വാധീന സർവകലാശാലകളിൽ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു ഗവർണർ സർവകലാശാലയിൽ ഇടപെടുന്നത് രാഷ്ട്രീയവൽക്കരണമാണെങ്കിൽ രാഷ്ട്രീയ സംഘടനകളുടെ നിരന്തരമായ സമ്മർദ്ദം എന്താണ്? ഒരു VC-യെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ ഇടപെടൽ തെറ്റാണെങ്കിൽ ആ ഒരു VC-യുടെ തീരുമാനത്തെ മാറ്റാൻ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം എങ്ങനെയാണ് ശരിയാവുന്നത്? ഇതാണ് യഥാർത്ഥ ഇരട്ടത്താപ്പ്. 2025 ജൂലൈയിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധത്തിൽ സംഘീയ VC ടു ദ അറേബ്യൻ സീ എന്ന മുദ്രാവാക്യം ഉൾപ്പെടെയുള്ള പ്രതിഷേധം നടന്ന് SFI മുന്നോട്ട് വന്നിരുന്നു. ഇത്തരം ഭാഷകൾ രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ ഭാഗമാകാം. പക്ഷെ ഇത് ക്യാമ്പസിലെ രാഷ്ട്രീയ സംവാദത്തിന്റെ നിലവാരം എവിടേക്കാണ് പോകുന്നതെന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. വ്യക്തിയെ അധിക്ഷേപിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. കോലം കത്തിക്കുക എന്നതും എളുപ്പമാണ്. ശവസംസ്കാരം നടത്തുക എന്നുള്ളതും എളുപ്പമാണ്. പക്ഷേ ഒരു നയത്തെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുക എന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം. അത് SFI മറന്നു പോവുകയാണ്. ഒരു സർവകലാശാല തീരുമാനത്തിൽ തെറ്റുണ്ടെങ്കിൽ രേഖകൾ പുറത്തുവിടുക, തെളിവുകൾ അവതരിപ്പിക്കുക, നിയമപരമായി ചോദ്യം ചെയ്യുക, വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക. ഇതാണ് ശക്തമായ ജനാധിപത്യത്തിന്റെ പ്രതിഷേധ സൂചകമായി നിൽക്കുന്നത്. അതിനു പകരം കോലം, ശവസംസ്കാരം, ബാരിക്കേഡ് തകർക്കൽ, പോലീസുമായുള്ള ഏറ്റുമുട്ടൽ എന്നിവയ്ക്കാണ് പ്രതിഷേധത്തിന്റെ പ്രധാന ഭാഗങ്ങളാകുന്നു എന്നുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ശക്തിയാണോ അതോ രാഷ്ട്രീയത്തിന്റെ ദൗർബല്യമാണോ എന്നുള്ളത് SFI പരിശോധിച്ചാൽ നന്നായിരിക്കും. കാലടി സർവകലാശാലയിലെ ഇപ്പോഴത്തെ സംഭവം കൊണ്ട് തന്നെ അതൊരു പ്രതീകമായി മാറുകയാണ്.
ഒരു VC-ക്കെതിരായ പ്രതിഷേധം മാത്രമല്ല, കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വലിയൊരു ചർച്ച കൂടിയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. SFIയെ പിന്തുണയ്ക്കുന്നവർക്ക് പറയാനുള്ളത് മറ്റു പല കാര്യങ്ങളുമായിരിക്കും. SFIയെ വിമർശിക്കുന്നവർക്കും പറയാനുള്ളതുണ്ടാകും. പക്ഷേ ഒരു കാര്യം അംഗീകരിക്കേണ്ടി വരും: ക്യാമ്പസിൽ അക്രമത്തിന് ഒരു ന്യായീകരണവുമില്ല എന്നുള്ളത്. ഏത് SFI ചെയ്താലും, KSU ചെയ്താലും, ABVP ചെയ്താലും, മറ്റേതെങ്കിലും സംഘടന ചെയ്താലും ജനാധിപത്യത്തിന്റെ പേരിൽ അക്രമത്തെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ സർവകലാശാല ഭരണകൂടത്തിന്റെ തെറ്റുകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകാൻ കഴിയില്ല. അതിനാൽ കാലടിയിലെ ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട ചോദ്യം ആരാണ് ജയിച്ചത് എന്നല്ല, ആരാണ് തോറ്റത് എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥി സംഘടന ജയിച്ചോ VC തോറ്റോ എന്നതല്ല ഇവിടത്തെ പ്രശ്നം. അവിടെ തോൽക്കുന്നത് അക്കാദമിക അന്തരീക്ഷമാണോ, സംവാദത്തിന്റെ സംസ്കാരമാണോ, വിയോജിപ്പിനുള്ള ബഹുമാനമാണോ, അതോ സർവകലാശാല എന്ന സ്ഥാപനത്തിന്റെ സ്വാതന്ത്ര്യമാണോ? ഇതാണ് ഇനി സമൂഹം ചർച്ച ചെയ്യേണ്ടത്. കാരണം ഒരു സർവകലാശാലയിൽ രാഷ്ട്രീയ സംഘടനയ്ക്ക് വലിയ സ്വാധീനം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആ സ്വാധീനം ഭയമായി മാറുന്ന നിമിഷം മുതൽ അത് ജനാധിപത്യം, അത് അധികാരമായി, അത് അന്ധകാരമായി മാറുകയാണ്. അധികാരത്തെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായത്. പക്ഷേ വിദ്യാർത്ഥി സംഘടന തന്നെ അധികാരത്തിന്റെ മറ്റൊരു കേന്ദ്രമായി മാറിയാൽ അതിനെയും ചോദ്യം ചെയ്യേണ്ടി വരും. കാലടി സർവകലാശാലയിലെ പ്രതീകാത്മക ശവസംസ്കാരം അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ പ്രതിഷേധമായി അവസാനിപ്പിക്കേണ്ട വിഷയമല്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വലിയൊരു ചർച്ചയായി ഇത് മാറേണ്ടതുണ്ട്. പ്രതിഷേധം വേണം, വിയോജിപ്പുകൾ വേണം, വിദ്യാർത്ഥി രാഷ്ട്രീയവും വേണം. പക്ഷേ അതിനൊപ്പം ഉത്തരവാദിത്വവും വേണം, ജനാധിപത്യം വേണം, വിയോജിപ്പിനുള്ള ബഹുമാനവും വേണം. അല്ലെങ്കിൽ ഒരു ദിവസം സമസംസ്കാരം നടത്തുന്നത് ഒരു VC-യുടെ കോലമായിരിക്കാം, നാളെ അത് മറ്റൊരാളുടെ കോലമായിരിക്കും. പക്ഷേ ഒടുവിൽ ശവസംസ്കാരം നടക്കുന്നത് ഒരു വ്യക്തിയുടേതല്ല, ക്യാമ്പസിലെ ജനാധിപത്യ സംവാദത്തിൻ്റെതായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കാലടിയിൽ ഉയർന്ന ഈ പ്രതിഷേധത്തോട് ഒരു ചോദ്യം ചോദിക്കേണ്ടത്: വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം സർവകലാശാലയെ മാറ്റുകയാണോ, അതോ സർവകലാശാലയെ തന്നെ രാഷ്ട്രീയ ശക്തി പ്രകടനത്തിന്റെ വേദിയാക്കുകയാണോ എന്നുള്ള ചോദ്യം. ഉത്തരം SFI മാത്രം നൽകേണ്ട ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി രാഷ്ട്രീയവും നൽകേണ്ടതാണ് എന്നുള്ളതാണ് യഥാർത്ഥ വശം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം നൽകേണ്ടത് SFI ആണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തങ്ങൾ മാത്രം വളർന്നാൽ മതി, തങ്ങൾ മാത്രം മുന്നോട്ട് പോയാൽ മതി, തങ്ങൾക്ക് മാത്രമേ ഇവിടെ രാഷ്ട്രീയം കൊണ്ട് നടക്കാവൂ, തങ്ങൾ പരാജയപ്പെട്ടാൽ മറ്റുള്ളവരൊന്നും തന്നെ ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന നയം SFI അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം വൃത്തികെട്ട പ്രതിഷേധത്തിൽ നിന്ന് SFI പിന്മാറേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ കേരളത്തിലെ ഇടതു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന്, അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് ഇവിടെയുള്ള സാധാ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് എന്നേക്കുമായി പുറത്തേക്ക് പോകേണ്ടി വരും.